Yes, good morning. Okay, Megha, Aradi. Yes, ആരംഭിച്ചാലോ? Yes, sir. Okay, ശരി വന്നു. Okay. Yes. അപ്പൊ നമ്മള് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ സ്പീച്ചില് വിവിധ ടെൻസുകൾ എങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത്, ആ മാറ്റുമ്പോൾ ടെൻസിൽ വരുന്ന വ്യത്യാസം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റി എഴുതുന്നത്. ഇത്രയും വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സിമ്പിൾ പാസ്റ്റ് വരെയല്ലേ ഐശ്വര്യ പറഞ്ഞു നിർത്തിയത്? അതെ സർ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാൻ അതുവരെ പറഞ്ഞു. അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ 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 യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിലോട്ട് നമുക്ക് പോവാം. ഇപ്പോ ആ ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ചുമ്മാ അറിയാൻ വേണ്ടി, നിങ്ങളൊക്കെ റിയാക്ട് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. മെഹബിനി. ഓക്കെ, മെഹബിനി വിവാഹിതയാണോ? യെസ്. ഓക്കെ. ചോദ്യം ഇതാണ്, രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് മേഘനോട് പറയുകയാണ്, ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരും. ഐ വിൽ കം അറ്റ് 5 o'clock. കുറച്ച് വൈകിയാണ്, അന്ന് നേരത്തെ വരും എന്ന് പറയുന്നത്. 5 മണിക്ക് വരും. കറക്റ്റ് 5 മണിക്കാ വരുന്നേ. രാവിലെ കേറിയ ആ സമയം തന്നെ വരുന്നു. 3 o'clock കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ കഥയിൽ 5 മണിക്ക് വരുന്നു, സ്ഥിരം വരുന്നത് 7 മണിക്കാണ്, അല്ലെങ്കിൽ 7 മണിക്ക് 7:30. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പോയി കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് 5 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഹസ്ബൻഡിന്റെ അമ്മയോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇംഗ്ലീഷിൽ പറയണോ? അയ്യോ, എന്താ നമുക്ക് പേര് പറയാം. പേര് പറഞ്ഞാൽ മതിയോ? അതോ നമുക്ക് അല്ലെങ്കിൽ പേരെന്താണ് ഹസ്ബൻഡിന്റെ? ബിനി എന്നാണ് പേര്. ബിനു. ഓക്കെ. അപ്പൊ പറഞ്ഞത് ബിനു 5 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. Bini ചേട്ടൻ said that coming എന്താ പറയാ, afternoon he said that ഈ ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട് അതൊന്നും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞു. He said that afternoon he will early coming in 5 o'clock. ഓക്കെ. ഐശ്വര്യ, ബിനി എന്നുള്ള പേര് മാറ്റിക്കോ, വേറെ പേര് വെച്ചു.
Yes, sir. ഐശ്വര്യാണ് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? ഇനി എന്നുള്ള പേര് മാറ്റിക്കും. അച്ഛന്റെ Okay. പേരോ ഹസ്ബൻഡിന്റെ പേരോ ബ്രദറിന്റെ പേരോ ഇത് വരും വെച്ചു. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു എന്നല്ലേ? അതെ, പോയപ്പോ നിങ്ങളോടാണ് പറഞ്ഞത്, ഐശ്വര്യോടാണ് പറഞ്ഞത് 5 മണിക്ക് വരാട്ടോ ഇത് പറഞ്ഞു. അപ്പൊ അത് പോയി കഴിഞ്ഞ ശേഷം അമ്മയോട് പറയണു, ആള് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, Okay. പറഞ്ഞു. He said that ഓക്കെ. he had come at 5 o'clock. 5 o'clock. ഓക്കെ. പ്രിയ ജോസ്. പ്രിയ യെസ്. പറഞ്ഞോളൂ. പ്രിയ ആണെങ്കിൽ എങ്ങനെ പറയും? ഇവർ രണ്ടുപേരും പറഞ്ഞത് കേട്ടല്ലോ. ഞാനത് ശരിയാണെന്ന് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് വേണമെങ്കിൽ കടമെടുക്കാം, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ പക്ഷം ചേരാം, അല്ലെങ്കിൽ പുതിയതൊരെണ്ണം സൃഷ്ടിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, യു ആർ വെൽക്കം. പറഞ്ഞോളൂ. പേര് മാറ്റാം. ഓക്കെ. മൈ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ പേര് തന്നെ വേണം? വേണമെന്നില്ല. മൈ ഹസ്ബൻഡ്. മൈ ഹസ്ബൻഡ് സേസ് ദാറ്റ്. സൈസ് ആക്കി, സെറ്റ് എന്നുള്ളത് സൈസ് ആക്കി അല്ലേ? ഓക്കെ. ഹി വിൽ കം at 5 o'clock. at 5 o'clock അല്ലേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സിസിലി അല്ല പ്രിയ. ആരതി, ഹൗ ഡു യു ഫീൽ? സാർ എനിക്ക് ഹസ്ബൻഡ് ഇല്ല, അച്ഛനെ പറഞ്ഞാൽ മതിയോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അച്ഛന്റെ പേരാവാം, ബ്രദറിന്റെ പേരാവാം, ഹസ്ബൻഡ്. 3 ചോയ്സ്. അതല്ല ഞാൻ ആദ്യം ചോദിച്ച ആരോടാണ്? മേഹനോട് ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. My father says that he will come 5 o'clock. അപ്പൊ ഏതാണ്ട് നമ്മുടെ അവസാനം പറഞ്ഞത് പ്രിയ ജോസ് പറഞ്ഞ അതേ സ്റ്റൈലായി അല്ലേ? ഓക്കെ 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 ഓക്കെ. നസ്രീൻ, ജൂഡി പോൾ, ജൂബി പോൾ. ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സാധനം ഇതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയയും ആരതിയും പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ശരിയുടെ അടുത്തേ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റെഡിയാക്കാനുണ്ടാവും. ഓക്കെ. നമ്മളിവിടെ പറയുന്നത് 2 ടെൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. ആ ഒരു വാചകം എഴുതാൻ നമുക്ക് അതിനെ കുറിച്ച് പറയാം. രവി സെറ്റ്, രവി സെറ്റ്, രവി സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമിൽ എഴുതുക, ഐ വിൽ കം at 5 o'clock. I will come at 5 o'clock. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ. ഇതാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് അച്ഛന്റെ പേരാണെങ്കിലും ബ്രദറിന്റെ പേരാണെങ്കിലും ഹസ്ബൻഡിന്റെ പേരാണെങ്കിലും നമ്മൾ രവി എന്നുള്ള പേര് സങ്കല്പിച്ച് അങ്ങോട്ട് പറയുക. രവി പറയുകയാണ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, ഐ വിൽ കം അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് വരാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം രവി പോയി കഴിയുമ്പോൾ നമ്മള് വീട്ടിലെ മറ്റുള്ളവരോട് പറയണേ, രവി 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രവി വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, വന്നിട്ടില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതി. യെസ്, ഇത് തന്നെയാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. രവി നേരിട്ട് പറഞ്ഞപ്പോ ഐ വിൽ കം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ടെൻസിലേക്ക് വരാം. അക്ഷര, ഈ തന്നിരിക്കുന്ന ഐ വിൽ കം അറ്റ് 5 o'clock എന്ന് പറയുമ്പോ ഏതാ ടെൻസ് എന്ന് അറിയാമോ? ഐ വിൽ കം അറ്റ് 5 o'clock എന്ന് പറയുമ്പോ ടെൻസ് ഏതാണ്? ആർക്കെങ്കിലും പറയാമോ? സിമ്പിൾ ഫ്യൂച്ചർ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്
സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു സെന്റൻസിനെ അതിന്റെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടെൻസിൽ വരുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ഫ്യൂച്ചറിന്റെ ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉണ്ടാവുക. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാലെ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ എഴുതുമ്പോൾ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇങ്ങോട്ട് മാറ്റേണ്ടത് കണ്ടീഷണൽ ഫോം. അപ്പൊ നമ്മള് പല പല കാര്യങ്ങൾ ടെൻസിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ കണ്ടീഷണൽ ഫോം എന്നുള്ള സാധനം നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. വേറെ ഒരു പ്രത്യേകതയില്ല. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോം കേട്ടോ. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, WOULD. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. മറക്കാതിരിക്കുക, ഇത്രയും വരുള്ളൂ. വില്ലാണെങ്കിൽ അത് എന്തായിട്ട് മാറും? വുഡായിട്ട് മാറും. ഷാൽ ആണെങ്കിൽ ഷുഡാക്കി മാറ്റുക. ക്യാൻ ആണെങ്കിൽ വുഡാക്കി മാറ്റുക. മേ ആണെങ്കിൽ മൈറ്റ് എന്ന് മാറ്റുക. ഇതിനെയാണ് കണ്ടീഷണൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ വേറെ ഒരു മാറ്റവും വേണ്ട, ടെൻസിലെ യാതൊന്നിനും മാറ്റം. കാരണം സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വില്ല് കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ്, അതുപോലെ തന്നെയാണ് വുഡ് കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ടെൻസിൽ മാറ്റേണ്ടത് പറയാൻ കാരണം. വുഡ് കഴിഞ്ഞാലും മൈറ്റ് കഴിഞ്ഞാലും ഷുഡ് കഴിഞ്ഞാലും പ്രസന്റ് ടെൻസ് എന്ന വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ വില്ലിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കണ്ടീഷണൽ ഫോമിൽ നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിൽ എഴുതണം. സൈഡോട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഗിവൺ സെന്റൻസ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് എഴുതണം. കണ്ടീഷണൽ ഫോമിൽ എഴുതണം. അപ്പൊ ഇനി പ്രിയ ജോസെ ഇനി ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ സെന്റൻസ് വെച്ചിട്ട് രവി വെരി ഗുഡ്. രവി said that he would come at 5 o'clock. ഇതാണ് കറക്റ്റ്. രവി പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അച്ഛനോ ഹസ്ബൻഡോ ബ്രദറോ പോയി കഴിയുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോട് പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഇതാണ് കറക്റ്റ്. രവി told that, രവി said that he would come at 5. ഇതാണ് കറക്റ്റ്. പ്രിയ പറഞ്ഞപ്പോഴും ഓക്കെ സന്ധ്യ ഷിബു ഗുഡ് മോർണിംഗ്. ശ്രുതി പറഞ്ഞപ്പോഴും ആരതി പറഞ്ഞപ്പോഴും വില്ലാണ് ഉപയോഗിച്ചത്. ആ വില്ലല്ല വേണ്ടിയിരുന്നത്, വുഡാണ് വേണ്ടിയിരുന്നത്. ഓക്കെ, കാരണം നേരിട്ട് പറയുമ്പോഴാണ് വില്ല് പറയുമ്പോൾ അയാൾ പറഞ്ഞപ്പോൾ. അത് നമ്മൾ വേറെ ആളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വുഡ് വരും. യെസ്, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെയുള്ള 2-4-5 എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് വരാം. ഒന്നാമത്തെ സെന്റൻസ് ആണ്. നിങ്ങൾ എഴുതി നോക്കാം. ഷീ സെറ്റ് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I will wait, WAIT, wait for you. I will wait for you. Inverted comma close here. I will wait for you. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. I will wait for you. Okay, എഴുതി നോക്കി. occasion വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ ആരതി, കറക്റ്റ്.
യെസ്, ഇനി ആരെങ്കിലും? ഓക്കെ, അപ്പൊ ഇനി ആൻസർ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് വെയിറ്റ് ഫോർ മീ. ഷീ വുഡ് വെയിറ്റ് ഫോർ മീ. അടുത്ത സെന്റൻസ്, he said. he said. ഇവിടെ കോമഡാകത്ത് എഴുതുക, I will show you how the grinder, grinder, grinder worked, worked. ഒന്നുകൂടി പറയാം, I will show you how the grinder worked. ഇതൊന്ന് ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും. I will show you how the grinder worked. എങ്ങനെയാണ് ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. യെസ്, ശരിയാ, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ ആരതി, വെരി ഗുഡ്. യെസ്, ഇനി ആരെങ്കിലും? മെഹബിനി, സന്ധ്യ, ഷിബു? എനിക്ക് ശരിക്കും മനസ്സിലായില്ല സാർ, ഞാൻ മലയാളത്തിൽ വൈകിയത് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഫെമിദ, ശരിയാണ്, ഒരു ചെറിയൊരു മാറ്റം കൂടി വരുത്താനുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഞാൻ ഇതിന്റെ വിശദീകരണം പറയുന്നു. ഐ വിൽ ഷോ യു. അല്ല, ഇത്ര ഉള്ളത് വിചാരിക്കും. ഇതിന്റെ അകത്ത് രണ്ട് ടെൻസ് കിടപ്പുണ്ട്. ഐ വിൽ ഷോ യു ഹൗ ദ ഗ്രൈൻഡർ വർക്ക്. രണ്ട് ടെൻസിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് ഐ വിൽ ഷോ യു എന്ന് പറയുന്ന സ്ഥലത്ത് സിമ്പിൾ ഫ്യൂച്ചറും, ദ ഗ്രൈൻഡർ വർക്ക്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സിമ്പിൾ പാസ്റ്റ്. രണ്ട് ടെൻസ് കിടപ്പുണ്ട്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ വന്നിട്ടുള്ളതിനെ കണ്ടീഷണൽ ഫോമിലേക്കും, സിമ്പിൾ പാസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല വാചകങ്ങൾ ഒരു ടെൻസേ ഉണ്ടായുള്ളൂ. ഭാവിയിലേക്ക് വരുമ്പോ ഒരു സെന്റൻസിൽ തന്നെ രണ്ടോ മൂന്നോ ടൈപ്പ് ടെൻസുകൾ ഉണ്ടാവും. അപ്പൊ ഏത് ടെൻസിലാണ് ഓരോന്നും വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റണം. നോക്കാം.
he said, I will show you. അത്ര ഉള്ളത് വിചാരിക്കും. ബാക്കിയില്ല, I will show you. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? He said that he would show me. അത്രയും വരെ കറക്റ്റ് ആണല്ലോ. He would show me. ഇനി how the grinder worked. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണത്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ടെൻസോട് മാറ്റണം, പാസ്റ്റ് പെർഫെക്റ്റോട് മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡും വെർബിന്റെ പാസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹൗ ദ ഗ്രൈൻഡർ ഹാഡ് വർക്ക്. ഹൗ ദ ഗ്രൈൻഡർ ഹാഡ് വർക്ക്. പിന്നെ ആൻസർ ഇതാണ്, ഹി വുഡ് ഷോ മീ ഹൗ ദ ഗ്രൈൻഡർ ഹാഡ് വർക്ക്. അപ്പൊ സന്ദേശിക്കൂ, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വില്ലോ ഷാലോ അങ്ങനെ ഒക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ അതിന്റെ കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റുക. കണ്ടീഷണൽ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വില്ലാണെങ്കിലും വുഡ് ആക്കുക, ഷാലാണെങ്കിലും ഷുഡ് ആക്കുക, മേ ആണെങ്കിലും മൈറ്റ് ആക്കുക, ക്യാൻ ആണെങ്കിലും വുഡ് ആക്കുക. അത്രേ ഉള്ളൂ. ടെൻസ് ഒന്നും മാറ്റണ്ട, ഇത്ര മാറ്റിയാൽ മതി. I will show you എന്നുള്ളത് he would show me. Okay. അത്രേ ഉള്ളൂ. മേ ആണെങ്കിൽ മൈറ്റ് അല്ലേ സർ? മേ ആണെങ്കിൽ മൈറ്റ്. ഓക്കെ. അടുത്തത് they said. They said, S-A-I-D, said. We will conduct, C-O-N-D-U-C-T, conduct an examination, E-X-A-M-I-N-I-A-T-I-O-N, examination for failed, F-A-I-L-A-D, failed students, S-T-U-D-E-N-T-S, students. ഒന്നുകൂടി പറയാം. They said, ഇൻവെർട്ടഡ് കോമയില്, we will conduct, ഞങ്ങൾ കണ്ടക്ട് ചെയ്യും, an examination for failed students, പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. Okay, Priya Jose. Very good. Okay, Aishwarya, very good. Okay, Sandhya. Okay, Aradi. Yes. അടുത്തത്. Okay, Fibida. Okay, Mehabini. അടുത്തത്. He said. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. The boy
may play. The boy may play. PLAY. ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. The boy may play. Yes. എഴുതിക്കോളൂ. ഓക്കെ ശരിയാ. ഓക്കെ സന്ധ്യ. ഓക്കെ ആരതി. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ഒരു ബുദ്ധിമുട്ടില്ല. വില്ലാണെങ്കിലും വുഡ് ആക്കുക, ക്യാൻ ആണെങ്കിലും വുഡ് ആക്കുക, മേ ആണെങ്കിലും മൈറ്റ് ആക്കുക, ഷാൽ ആണെങ്കിലും ഷുഡ് ആക്കുക. അത്രയുള്ള വ്യത്യാസം. വേറെ ഒരു വ്യത്യാസമില്ല. ടെൻസിൽ യാതൊരു വ്യത്യാസമില്ല. അതങ്ങനെയാണ്. എനിക്കറിയാം. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ബുക്ക്. പിന്നെ എഴുതിയപ്പോ അത് തെറ്റിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാനസികമായിട്ട് കണ്ടതാണ്. ഓക്കെ. അടുത്തത് he said. He said. Okay ആരതി. He said. You will come. You will come to my office. You will come to my office on time. On time. I will repeat. He said, you will come to my office on time. On time എന്നാണോ? On time. 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 Okay, Celia. Very good. Okay, Sandhya. Okay, Aradi. Yes, ഇനി ആരെങ്കിലും? Okay, Mehabini. Yes. ഇനി ഒന്ന് ആലോചിക്കാനുള്ള സാധനം പറയാം. He said. He said. You should remember. REMEMBER. Remember what I
what I say, S-A-Y, say. Okay, I will repeat the sentence. He said, you should remember what I say. Okay. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഷാലാണെങ്കിൽ നമുക്ക് ഷുഡ് ആക്കാൻ പറ്റുന്നു. പക്ഷെ ഇവിടെ ഷുഡ് തന്നെയാണ് വന്നേക്കണേ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു മാറ്റം വരുന്നുണ്ട്, അത് അതുപോലെ ഉപയോഗിച്ചാൽ മതി. ചിലപ്പോ വുഡ് ആയിരിക്കും വരിക, അപ്പൊ അത് കഴിഞ്ഞ് ബില്ലോട്ട് മാറ്റരുത്, വുഡ് തന്നെ എഴുതിയ. ഓക്കെ. ഓക്കെ, ശരി, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, സന്ധ്യ. ഓക്കെ, ഫെമീന. യെസ്. ഓക്കെ, അപ്പൊ എന്റെ ആൻസറിലേക്ക് വരാം. യു ഷുഡ് റിമെമ്പർ വാട്ട് ഐ സേ. ഓക്കെ, വാട്ട് ഐ സേ, ഐ സബ്ജക്റ്റ്. സേ. ഓക്കെ മേഘ, സേ വെർബ്. അപ്പൊ സേ വെർബ് പ്രസന്റൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് സിമ്പിൾ പ്രസന്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് വന്നതുകൊണ്ട് എന്തുകൊണ്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ എന്ത് വരും? He said that I should remember what he said. What he said. അടുത്തത് yes, she said. She said. ഇൻവേർട്ടഡ് കോമയില് I will meet MEET. Meet കാണുക. MEET. I will meet the doctor. I will meet the doctor. ഒന്നുകൂടി പറയാം. She said, ഇൻവേർട്ടഡ് കോമയിൽ I will meet the doctor. ഓക്കെ, ശരിയാ, വെരി ഗുഡ്. ഓക്കെ, പ്രിയ ജോസ്. ഓക്കെ, ആരതി. ഓക്കെ, സന്ധ്യ. ഓക്കെ, മേഘ. യെസ്. ഓക്കെ, അടുത്തൊന്ന് ആലോചിച്ച് ചെയ്യാം.
My father said. My father said. My father said. ഇവിടെ comment. I will get you. I will get you a watch. WATCH. I will get you a watch if you get first rank. First rank, RANK. Inverted comma close here. Okay, I will repeat the sentence. My father said, I will get you a watch. ഞാൻ നിനക്ക് ഒരു വാച്ച് വാങ്ങിത്തരും. If you get first rank. നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ. Okay, ഇനിയോ. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പ്രിയ, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഴുതിയത് അത്ര ശരിയായിരുന്നു അത്. യെസ്, ഐശ്വര്യ, വെരി ഗുഡ്. യെസ്. ഓക്കെ സന്ധ്യ. ഓക്കെ ആരതി, വെരി ഗുഡ്. ശ്രദ്ധിക്കേണ്ടത് രണ്ട് ടെൻസ് ഉണ്ട് കേട്ടോ, രണ്ട് ടെൻസ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. The sentence has got two tenses. ഒന്ന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, അടുത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ കണ്ടീഷണൽ ഫോമിലേക്കും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റിലേക്കും മാറ്റണം. അപ്പൊ ഞാൻ പറയാം. മൈ ഫാദർ സെഡ്. സെഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് എഴുതുന്നത് തെറ്റല്ല, അച്ഛൻ നമുക്കൊരു ഉറപ്പ് തരല്ലേ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോമിസ്ഡ് എഴുതാം. പ്രോമിസ്ഡ്, മൈ ഫാദർ പ്രോമിസ്ഡ്, ഉറപ്പ് വന്നു. അല്ലെങ്കിൽ ഓഫേർഡ്, OFFERD, ഓഫേർഡ്. ഓക്കെ മേക്ക, ശരി. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പ്രോമിസ്ഡ് എഴുതാം, ഓഫേർഡ് എഴുതാം. മൈ ഫാദർ ഓഫേർഡ് he would get me. സിമ്പിൾ പ്ലസ് ഫ്യൂച്ചർ ആയിരുന്നു ആദ്യം മതിയത്, അത് കണ്ടീഷൻ ഫോമിലേക്ക് മാറ്റുക. he would get me a watch. എനിക്ക് കിട്ടുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിച്ചേക്കണേ. സബ്ജക്റ്റ് യു, ഗെറ്റ് പ്രസന്റൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ കൊണ്ട് മാറ്റാൻ പറഞ്ഞേക്കണേ സിമ്പിൾ പാസ്റ്റിലേക്ക്. അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇത് വരും if I got first rank. if I got first rank. ഒന്ന് രണ്ട് പേര് അനൗൺസ് ചെയ്തു, ബാക്കിയുള്ളവര് പിന്നീട് അനൗൺസ് ചെയ്തു. ഓക്കെ 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 ഓക്കെ. അടുത്തത് ദ പ്രിൻസിപ്പൽ സെറ്റ്. PRINCIPIL. ദ പ്രിൻസിപ്പൽ സെറ്റ്, SAID സെറ്റ്.
ഇൻവെർട്ടഡ് കോമയിൽ മോഹൻ if you misbehave, misbehave, misbehave again, again, comma, you will be expelled, expelled, expelled from the college. You will be expelled from the college. I will repeat the question. The principal said, Mohan, if you misbehave again, you will be expelled from the college. Yes. ഇതിനകത്തുണ്ട് രണ്ട് ടെൻസ് നോക്കാം. The principal said, Mohan, if you misbehave again, നിങ്ങൾ ഇനിയും മോശമായിട്ട് പെരുമാറിയാൽ you will be expelled from the college. നിങ്ങളെ കോളേജിൽ നിന്ന് പുറത്താക്കും. ആദ്യത്തെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ട്, അവസാന ഭാഗം കറക്റ്റാണ്. ഐശ്വര്യം കൊണ്ട് ആദ്യത്തെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്ക്. ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് ടെൻസിലോട്ട് വരാം. പ്രിൻസിപ്പൽ പറയാണ്, മോഹനോട് പറയാണ്. അപ്പൊ മോഹന് ശരിക്കും എന്ത് കൊടുക്കുകയാണ്? വാണിംഗ് ആണ് കൊടുക്കുന്നത് അല്ലേ? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത്. ആരതി നോക്കിയേ, ദ പ്രിൻസിപ്പൽ വാണ്ട്, WARNED, വാണ്ട് മോഹൻ. പ്രിൻസിപ്പൽ എന്ത് ചെയ്തു? മോഹന് വാണിംഗ് കൊടുത്തു. അവൻ ഇനിയും മോശമായിട്ട് പെരുമാറിയാൽ, ഇഫ് ഹി മിസ്ബിഹേവ്, മിസ്ബിഹേവ്, യു സബ്ജക്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് അല്ലേ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കൂടെ മാറ്റണം, സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും? ഇഫ് ഹി മിസ്ബിഹേവ്ഡ്, if he misbehaved again. Okay. If he
misbehaved again. ഇനി അടുത്ത നോക്കിയേ, യു വിൽ ബി എക്സ്പെൽഡ്. വില്ല് കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാ, അവിടെ വുഡ് ബി ആക്കാം. അപ്പൊ ഇത് ആൻസർ എന്ത് വരും? ഇഫ് ഹി മിസ്ബിഹേവ്ഡ് അഗെയിൻ, യു എന്നുള്ളത് ഹി ആയി. ഹി വുഡ് ബി എക്സ്പെൽഡ് ഫ്രം ദ കോളേജ്. ഹി വുഡ് ബി എക്സ്പെൽഡ് ഫ്രം ദി കോളേജ്. പിടികിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞത് 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റി എഴുതണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോ ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു ടെൻസിലോട്ട് വരാം. അടുത്തൊരു ടെൻസിലോട്ട് വരുന്നതിന് മുമ്പ് ഐശ്വര്യ, യെസ് സർ. ഓക്കെ, ബിനി, മെഹബിനി, മെഹബിനി പോയി. യെസ്, പ്രിയ ജോസ്. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാ, ഇന്നിപ്പോ നമുക്ക് നേരം വെളുത്തിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 11:20 ആയിട്ടുണ്ട്. ഈ 11:20 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പ്രിയനോട് ഒരു 5 ചോദ്യം ചോദിച്ചേ. എപ്പോ എഴുന്നേറ്റെന്ന് ചോദിക്കാം, രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിക്കാം. എല്ലാത്തിനും പ്രിയക്ക് ഒരു ഉത്തരം പറയാൻ പറ്റണം. രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടായെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഒരു 5 ചോദ്യം ചോദിച്ചേ. ഓക്കെ. ഓക്കെ. ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. ഇന്നത്തെ പത്രം വായിച്ചോ എന്ന് ചോദിക്കാം. ഇന്നലത്തെ സീരിയൽ കണ്ടോ എന്ന് ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. When did you wake up? പ്രിയ മറുപടി പറഞ്ഞോളൂ. I wake up at 6:30. ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഞാൻ പറയാം. വെൻ ഡിഡ് യു വേക്ക് അപ്പ് എന്ന്, വെയ്ക്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ കൂടെ ഡിഡും കൂടി ചേർത്തിട്ടാണ് ഐശ്വര്യ പറഞ്ഞത്. കറക്റ്റ് ആണ്. വെൻ ഡിഡ് യു വേക്ക് അപ്പ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസിൽ പറയണം. കാരണം വെച്ചാൽ നമ്മൾ എഴുന്നേറ്റില്ലേ, കഴിഞ്ഞു പോയില്ലേ, ഐ വോക്ക് അപ്പ് എന്ന് പറയും. വേക്കപ്പ് എന്ന് മാറ്റിയിട്ട് വോക്കപ്പ്. ഓക്കെ, ഇത് പറഞ്ഞു പ്രിയ, ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ഐ വോക്കപ്പ് അറ്റ് 6:30. ഐ വോക്കപ്പ് അറ്റ് 6:30. വെരി ഗുഡ്. Okay. What is your breakfast today? My breakfast is chapati and dal. ഓക്കെ ഓക്കെ. അപ്പൊ ഐശ്വര്യ നോക്കിയേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞില്ലേ, അപ്പൊ ഈസ് വന്നപ്പോ എന്താകുന്നു എന്നല്ലേ ചോദിച്ചേ. ശരിക്കും നമുക്ക് എന്താ ചോദിക്കേണ്ടത്? ഇപ്പൊ രാവിലെ കഴിച്ച സാധനം ഇപ്പോഴല്ലേ നമ്മൾ ചോദിക്കാം. അപ്പൊ കഴിഞ്ഞു പോയ സംഭവം. അപ്പൊ വാട്ട് വാസ്. Okay. What was your breakfast today, le? വാട്ട് വാസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈസ് വരാം. ഓക്കെ, കറക്റ്റ് ചെയ്തു. ചോദിച്ചു, What was your breakfast today? My breakfast was chapati and dal. Okay. ഓക്കെ, 2 ചോദ്യമായി. ഈ 3 കൂടെ ഇല്ല. Did your children go to school? No. The school is, he is in today holiday. Today would be a holiday. യെസ്, നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാം. ഇപ്പോഴും ഹോളിഡേ തന്നെയല്ലേ.
വുഡ് ബി എന്ന് പറയുമ്പോൾ അത് നീണ്ടുപോകും. ഇന്ന് ഹോളിഡേ ആണ്. ടുഡേ ഇന്ന്, ഈസ് ആകുന്നു ഹോളിഡേ. ടുഡേ ഈസ് ഹോളിഡേ ഫോർ മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികൾക്ക് ഇന്ന് എന്താണ്? ഹോളിഡേ ആണ്. അപ്പൊ വുഡ് ബി എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ടുഡേ ഈസ് ഹോളിഡേ ഫോർ മൈ ചിൽഡ്രൻ. ഓക്കെ, ഐശ്വര്യ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. നാലാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഇത്രയോ സംഭവങ്ങള് കിടക്കുകയാണ്. ആലോചിക്കാണ്. ആലോചിച്ച് നോ പ്രോബ്ലം. മേഹാബിലി, സർ ഐശ്വര്യ ചോദ്യം പറഞ്ഞില്ലേ? അയ്യോ സർ ഒരു ഇച്ചിരി ബിസിയാണ് ഇവിടെ. ആ ശരി ശരി ശരി. മിയ ജോണി, യെസ്. ആരും സഹായിക്കാൻ വരുന്നില്ല. ഐശ്വര്യ, ഐശ്വര്യ തന്നെ ചോദിക്കുന്നു. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇന്നത്തെ പത്രം വായിച്ചു എന്ന് ചോദിക്കൂ. Did you read today newspaper? No. യെസ്. സെന്റൻസ് ആയിട്ട് മുഴുവനായിട്ട് പറയുമ്പോൾ നോ, ഐ ഡിഡ് നോട്ട് റീഡ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ. Today's newspaper. വായിച്ചില്ല. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്തൊരു ചോദ്യം ഉണ്ടാക്കണം. അവിടെയാണ് നമ്മളുടെ ഒരു ഉത്തരത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. യെസ്. ഐശ്വര്യയുടെ ഭാവന ഉണരട്ടെ. Okay. Did you eat your lunch? Did you prepare your lunch? Okay. No, I did not prepare My lunch. Okay. അപ്പൊ 5 ചോദ്യങ്ങൾ ഐശ്വര്യ കുഴപ്പമില്ല. 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇത് സാവകാശമായി പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പ്രിയ, ഇനി 5 ചോദ്യം ഐശ്വര്യോട് ചോദിച്ചു. കഴിയുന്നതും ഐശ്വര്യ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കണ്ട, വേറെ ഇല്ല വിളിച്ചു. പിന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ എപ്പോൾ എഴുന്നേറ്റ് ചോദിച്ചോ. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് കിട്ടാനുണ്ട്, ചോദ്യങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി. When did you wake up at morning? When did you wake up in the morning? Okay. I woke up at 6 o'clock. Very good. I woke up at 6 o'clock. Yes. Did you complete your yesterday notes? Very good. Did you complete your yesterday's note? Hello, very good. Yes, I completed my notes. Okay, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം. ഓക്കെ, ഡിഗ്രി വെച്ച് തന്നെ വേണമെങ്കിൽ വേറെ നിങ്ങൾ ചോദിച്ചോളൂ. ഇഷ്ടമുള്ള ചോദിച്ചോട്ടെ. Did you wash your dresses in the morning? No, I didn't wash my clothes. I didn't get time to wash. So I will wash afternoon. Yes. Very good. ഒരു കോമൺ ആയി ചോദ്യം ചോദിക്കേ, ഐശ്വര്യക്ക് ഏത് കളറാണ് ഇഷ്ടം? Which color is your favorite? Okay. Which color is your favorite? Which is your favorite color? Okay. Black is my favorite color. ഒരു ഉത്തരത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ പിടിക്കാൻ പറ്റൂലേ? ബ്ലാക്ക് ഈസ് മൈ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞു.
ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിന്റെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും നോക്കി. അപ്പൊ അത് പറയൂ, ബ്ലാക്ക് എന്നുള്ളത് ദുഃഖത്തിന്റെ സിമ്പൽ അല്ലേ? അത് ചോദിച്ചു ഇംഗ്ലീഷില്. ബ്ലാക്ക് ഈസ് ഓൺലി ബ്ലാക്ക് is the symbol of sorrow, അല്ലെങ്കിൽ റിഗ്രറ്റ്. ഓക്കെ, ഇനി ചോദിക്കുക, എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നത്? where did you like black? ബ്ലാക്ക് ദുഃഖത്തിന്റെ കളറല്ലേ, എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, ഐശ്വര്യ മറുപടി പറഞ്ഞോളൂ. I feel I look good at black clothes. That's why I choose black. How Yes. many dresses in black color? ഓ, ഇൻ ബ്ലാക്ക് കളർ അല്ലേ? മൊത്തത്തിലുള്ള ചോദിക്കുന്നു വിചാരിച്ചു. ഓക്കെ ഓക്കെ, ഇൻ ബ്ലാക്ക് കളർ. യെസ്, ആ പറഞ്ഞോ ഐശ്വര്യ. വെരി ഗുഡ്. പ്രിയ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. I have 4 type of clothes in black. 4 ചോദ്യമായിരുന്നു. ഒരു ചോദ്യം കൂടി ചോദിക്കാം. Did your child like it? അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാറുണ്ട്. കാരണം ഡിഡ് യു ചൈൽഡ് എന്ന് പറയുന്നത് ഡിഡ് സബ്ജക്റ്റ്, പിന്നെ ഡിഡ് യുവർ ചൈൽഡ്, ഡിഡ് യുവർ ചൈൽഡ് ലൈക്ക് ഇറ്റ്, നിങ്ങളുടെ കുട്ടികൾ അത് ഇഷ്ടമാണ്. ഡിഡ് യുവർ ചൈൽഡ് ലൈക്ക് ഇറ്റ്. ഓക്കെ, പറഞ്ഞോളൂ ഐശ്വര്യ. I don't know. They are just 3 years old. They are not able to say they doesn't like or not. Okay, okay. They are not at the age. Okay, okay. Very good, very good. Okay. രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത രണ്ടുപേരും നമുക്ക് നോക്കാം. രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുക. ആ, സന്ധ്യ ഷിബു, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye. Okay. Thank you, sir. Sir. Okay.